ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കോഡ് റിവ്യൂയുടെ പാർട്ട് 4 ആയിട്ടാണ്. സോ ഇതിനകത്ത് ആരെയും മിസ്സായിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ കുറേ പേര് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്തായാലും. ആൻഡ് ഫസ്റ്റ് വന്നേക്കുന്നത് ഗൈസ് നമ്മൾ സൽമാൻ മെസ്സിയുടെ അക്കൗണ്ടാണ്. ആൻഡ് ലെഫ്റ്റിങ് നോക്കുവാണെങ്കിൽ ഗൈസ് നെഡ്വെഡിൻ്റെ കാർഡ് ഉണ്ട്, പിന്നെ ഗ്രീസ്മാന്, ഷാബി അലോൺസോൻ്റെ കാർഡ് ഉണ്ട്. എന്തായാലും ബുണ്ടസ്ലീഗ വീക്ക് വന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കിയൊക്കെ ഒന്നും വലിയ ഇതില്ല. മീൻസ് ലെഫ്റ്റ് ബാക്കായിട്ട് മൈക്കോൻ്റെ കാർഡൊക്കെയാണ് ഇട്ടേക്കുന്നത്, റൈറ്റ് ബാക്ക് വീട്ടിലുള്ള. ആൻഡ് സെൻറ്റർ ബാക്കും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കായിരുന്നു എന്തായാലും. ഓക്കെ, എന്തായാലും ഒരു 8 ഡിസേർവ് ചെയ്യുന്നുണ്ട് 10. ആൻഡ് ഗീസ് അടുത്ത് വന്നേക്കുന്ന ഗീസ് നമ്മളുടെ ഇറ്റ്സ് അബിയുടെ അക്കൗണ്ടാണ്. നിക്കോ വില്യംസ് ഉണ്ട്, ഫെർണാണ്ടോ ടോറസ് ഉണ്ട്. ഏകദേശം കഴിഞ്ഞ അക്കൗണ്ട് പോലെ തന്നെ കുറച്ച് OVR സെയിമാണ്. നോക്കുവാണെങ്കിൽ കിടിലം പോലത്തെ കാർഡ്സ് വരുന്നുണ്ട്. മാൾഡിനിൻ്റെ കാർഡുണ്ട് ഗീസ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പാമർ, മോഡ്രിച്ച്. ഓക്കെ, മോഡ്രിച്ചിൻ്റെ ഈ കാർഡ് ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും 8 തന്നെ കൊടുക്കാം ഗൈസ്. 10ൽ 8 ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അടുത്ത അക്കൗണ്ട് സീഡോർഫിൻ്റെ അക്കൗണ്ടാണ്. കിടില അക്കൗണ്ടാണ് ഗൈസ്. നോക്കുമ്പോൾ കൊരസ്കേലിയനെ ഫുള്ളായിട്ട് റാങ്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പുതിയ പുളിസിച്ചിൻ്റെ കാർഡ്, എറ്റോ, കമവിങ്ക, പിന്നെ ഷാബി അലോൺസോൻ്റെ കാർഡ് വരുന്നുണ്ട്, ഫെർണാണ്ടോ ഹിയറോ, ലാമ്, ഡേവിസ്, കോമൻ, പിന്നെ പീറ്റർ ചെക്കിൻ്റെ കാർഡ് ഗൈസ്. പുള്ളിയുടെ സ്കോഡ് തന്നെ ഫുള്ളി സ്ട്രെങ്തഡാണ്. നോക്കുവാണെങ്കിൽ കമവിങ്ക ഒഴിച്ച് ബാക്കി എല്ലാവരും നോക്കുവാണെങ്കിൽ കിട്ടില്ലായതുകൊണ്ട് തന്നെ നമുക്കൊരു 9 കൊടുക്കാം ഗൈസ്. ആൻഡ് അടുത്ത അക്കൗണ്ട് ഗൈസ് നമ്മൾ സിഡാൻ 80യുടെ അക്കൗണ്ടാണ്. ഫെർണാണ്ടോ ടോറസ് ഉണ്ട്, റിവാൾഡോ ഉണ്ട്, പിന്നെ ഡെംബലിൻ്റെ കാർഡുണ്ട്. മീൻസ് പുള്ളിയുടെ അറ്റാക്ക് എല്ലാവരും ഫുള്ളി റാങ്ക് അപ്പ് ചെയ്തേക്കുന്നതാണ് ഗൈസ്. മാക്സിമം എല്ലാത്തിനും 30 ലെവലും കൊടുത്തിട്ടുണ്ട്. കിടില അക്കൗണ്ട് തന്നെയാണ് ഗൈസ്. പുള്ളി എനിക്ക് തോന്നുന്നു ഹെഡ് ടു ഹെഡിൽ ഒരു കിങ് തന്നെ ആയിരിക്കണം. കാരണം എല്ലാവർക്കും ഫുൾ റാങ്ക് അപ്പും ഇതൊക്കെ കൊടുത്തതിന് ഒക്കെ ഒരു 8.5 കൊടുക്കാം. അതിന് അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ അറക്കലബിൻ്റെ അക്കൗണ്ടാണ്. വിനീഷ്യസിൻ്റെ കാർഡ് ഉണ്ട്. ആൻഡ് പൊസിഷനല്ല, ഫോർമേഷൻ 3-4-3 ഫ്ലാറ്റാണ്. ആൻഡ് നമ്മൾ തുറാമിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പുള്ളിക്ക് ലെഫ്റ്റ് മിഡും റൈറ്റും കൂടി എനിക്ക് തോന്നുന്നു ഒക്കാച്ചയുടെയും പിന്നെ പയേഴ്സിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ടായിരിക്കണം പുള്ളി ഈ പൊസിഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഗോൾ കീപ്പറും സെൻറ്റർ ബാക്സും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, മിഡ്ഫീൽഡും. സോ എന്തായാലും ഒരു 7 കൊടുക്കാം ഗൈസ്. 7 ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത അക്കൗണ്ട് വന്നേക്കുന്ന ഗൈസ് നമ്മൾ ARP ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ടാണ്. കിടിലൻ ഫ്രണ്ട് തന്നെ വരുന്നുണ്ട്. മീൻസ് മുള്ളർ, ബാർക്കോള, ഗെരിഞ്ച. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ബോബി ചാൾട്ടൺ എല്ലാവരും ഉണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്കും സെൻറ്റർ ബാക്കും അത് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 8.5 ഡിസേർവ് ചെയ്യുന്നുണ്ട് ഗൈസ്. 8.5 ഔട്ട് ഓഫ് 10 ആണ് കൊടുക്കുന്നത്. ആൻഡ് അടുത്ത അക്കൗണ്ട് ഗൈസ് നമ്മൾ സാൻഡോ മെല്ലയുടെ അക്കൗണ്ടാണ്. ആൻഡ് ഈ അക്കൗണ്ട് നോക്കുവാണെങ്കിലും കിടിലൊരു അക്കൗണ്ട് തന്നെയാണ്. മീൻസ് നമ്മുടെ ലാസ്റ്റ് അക്കൗണ്ടാണ് വരുന്നത്. ആൻഡ് പുള്ളിക്കും ലെഫ്റ്റ് ബാക്കും സെൻറ്റർ ബാക്കും എന്താ പറയുക വീക്കാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത അക്കൗണ്ടാണ്. 111 OVR ഉണ്ട്. ആൻഡ് നമ്മൾ ജെറാഡിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊരു 8 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം ഗൈസ്. ആൻഡ് ഇതാണ് ഗൈസ് നമ്മളെ ലീഡർ ബോർഡ് വരുന്നത്. സിഡോർഫ് എന്തായാലും ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ളവരും കുഴപ്പമില്ല. നിങ്ങളായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഗൈസ്.